Welcome back students. MA 302 Heat and Mass Transfer Module 2 Revision. Module 2 എന്ന് പറഞ്ഞാൽ Convection ആണ് നമ്മൾ Module 2-ൽ പഠിക്കുന്ന ടോപ്പിക്. In Module 2 നമുക്ക് പഠിക്കാനുള്ള topics about velocity boundary layer, thermal boundary layer, relation between velocity and thermal boundary layer, then equations corresponding to that, and then problems on that. Okay, ഇത്രയാണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ about convection പഠിക്കാനുള്ളത്. Then convection equation, Newton's law of cooling, convection equation നമ്മൾ already first module പഠിച്ചായിരുന്നു. That is Q is equal to HA delta T. H is a convection heat transfer coefficient, A is the area, and T delta T is the temperature difference. അപ്പോൾ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൽ കൂടെ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൽ കൂടെ ഒരു ഹോട്ട് ഫ്ലൂയിഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹോട്ടായിട്ടുള്ള പ്ലേറ്റിന് മുകളിൽ കൂടെ ഫ്ലൂയിഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറാണ് നമ്മൾ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ലെയർ ടു അനദർ ലെയർ. ഓക്കെ, അപ്പം അതിൻ്റെ ഈ വെലോസിറ്റി ബൗണ്ടറി ലെയർ, തെർമൽ ബൗണ്ടറി ലെയർ ഇതെല്ലാം തിയറിയാണ്. ദെൻ ഓൾസോ ദ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് 2-3 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് കൺസിഡർ ചെയ്യാം. ആ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ ഒരു മൊഡ്യൂളിൽ കൂടെ നമുക്ക് കടന്നു പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ: എ സ്ക്വയർ 10 mm into 10 mm silicon chip is insulated on one side and cooled on the opposite side by atmospheric air in a parallel flow at U infinity is equal to 20 meter per second and T infinity is equal to 24 degrees Celsius. When in use, electrical power dissipation within the chip maintains a uniform heat flux at the cooled surface. If the chip temperature may not exceed 80 degrees Celsius at any point on its surface, what is the maximum allowable power? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഇതൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു സിലിക്കൺ ചിപ്പ് ഉണ്ട്. അതൊരു അതിൻ്റെ വൺ സൈഡ്, ഓക്കെ, സിലിക്കൺ ചിപ്പിൻ്റെ വൺ സൈഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് നമ്മളതിൻ്റെ സർഫസിൽ ഇൻസുലേറ്റഡ് ആണ്, അതിൻ്റെ സർഫസ് വൺ സൈഡ്. നെക്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം ഒരു സൈഡിൽ കൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളൂ. ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള സൈഡിൽ കൂടെ 20 മീറ്റർ പെർ സെക്കൻഡിൽ 24 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്, എയറിൻ്റെ ഫ്ലോ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ: ആ ഒരു ചിപ്പ് ഇൻ യൂസിലായിരിക്കുമ്പോൾ there is an electrical power dissipation inside the chip. Okay, ഒരു പവർ ഡെസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ബിക്കോസ് വി ആർ പാസിങ് ഹീറ്റ്, കറണ്ട് ആൻഡ് ഓൾ, സോ ഇലക്ട്രിക്കൽ പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇലക്ട്രിക്കൽ പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് തന്നെ ആ ഒരു സർഫസിൻ്റെ ഹീറ്റ് ഫ്ലക്സ് യൂണിഫോം ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൻ യൂസ് ഇലക്ട്രിക്കൽ പവർ ഡെസിപ്പേഷൻ വിത്തിൻ ദ ചിപ്പ് മെയിൻറ്റെയിൻസ് എ യൂണിഫോം ഹീറ്റ് ഫ്ലക്സ് അറ്റ് ദ കൂൾഡ് സർഫസ്. ഓക്കെ, ഇനി ചിപ്പിൻ്റെ സർഫസ് യൂണിഫോം ഹീറ്റ് ഫ്ലക്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. ദാറ്റ് ഈസ് അതിൻ്റെ ഒരു സർഫസ് 80 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തൊക്കെയാണ്. ഓക്കെ, ആ ഒരു 80 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ വാട്ട് ഈസ് എ മാക്സിമം അലോവബിൾ പവർ? മാക്സിമം അലോവബിൾ പവർ അവിടെ എത്രയെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ചിപ്പ് എടുക്കുക, 10 mm to 10 mm, അതിൻ്റെ ഒരു സർഫസ് 80 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു 80 ഡിഗ്രി സെൽഷ്യസിലുള്ള ചിപ്പിൻ്റെ മുകളിൽ കൂടെ 20 മീറ്റർ പെർ സെക്കൻഡ് 24 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഫ്ലോ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം അലോവബിൾ പവർ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് എ മാക്സിമം ക്യൂവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താ, എച്ച് ആർ ഡെൽറ്റ ടി, ദറ്റ് ഈസ് എച്ച് എ ഇൻറ്റു ടി എസ് മൈനസ് ടി ഇൻഫിനിറ്റി, സർഫസ് ടെമ്പറേച്ചർ മൈനസ് ഇൻഫിനിറ്റി ദ ആംബിയൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പ്രോപ്പർട്ടീസ് അറിയണം. ആ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവ് ടു ടേക്ക് ദ ഫിലിം ടെമ്പറേച്ചർ. ഫിലിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ film temperature is the average temperature 24 plus 80 divided by 2, 52 degree Celsius. അപ്പോൾ 52 ഡിഗ്രി സെൽഷ്യസുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ഡേറ്റ ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കുക. എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് കണ്ടുപിടിക്കുക? ഡെൻസിറ്റി, വിസ്കോസിറ്റി, ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റി, ദെൻ പ്രാൻഡൽസ് നമ്പർ, കെ, ഇത്രയും വാല്യൂസ് നമ്മൾ ഡേറ്റ ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം ആദ്യം നമ്മുടെ ഫിലിം ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ഇറ്റ് ഈസ് ലാമിനർ ഓർ ടർബുലൻറ്റ്. ലാമിനർ ടർബുലൻറ്റ് അറിയാനായിട്ട് നമുക്കുള്ള മെത്തേഡ് റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. ഇസ് ഈക്വൽ ടു യു എക്സ് ബൈ ന്യൂ. യൂസ് ദ വെലോസിറ്റി, എക്സ് ഇസ് എ പോയിന്റ് ഓർ ദ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ടോട്ടൽ റെനോൾഡ്സ് നമ്പർ ആണെങ്കിൽ യു ഇൻറ്റു ടോട്ടൽ ലെങ്ത് ഡിവൈഡ് ബൈ ന്യൂ. അപ്പോൾ അത് 5 × 10⁵ ബിലോ ആണെങ്കിൽ ഇറ്റ് ഈസ് ലാമിനർ.
ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് Q is equal to HATS മൈനസ് T ഇൻഫിനിറ്റീവ് ആണല്ലോ. അപ്പം A അറിയാം, ഏരിയ അറിയാം, ടെമ്പറേച്ചർ ഡിഫറൻസും അറിയാം. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എച്ച് വാല്യൂ. അപ്പോൾ എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു റിലേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് നസൽട്ട് നമ്പർ ഇസ് ഈക്വൽ ടു 0.664 ഇൻറ്റു റെനോൾഡ്സ് നമ്പർ റേസ് ടു ഹാഫ് പ്രാൻഡൽസ് നമ്പർ റേസ് ടു 1/3. അപ്പം ഇത് ഒരു ഡേറ്റ ബുക്കിൽ നിന്ന് എടുക്കുന്നതാണ് ഫോർ ലാമിന ഫ്ലോ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് റെനോൾഡ്സ് നമ്പറിൻ്റെയും പ്രാൻഡൽസ് നമ്പറിൻ്റെയും എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് എച്ച് ബാർ. സബ്സ്റ്റിറ്റ്യൂട്ട് എച്ച് ബാർ ഓൺ ദി ഇക്വേഷൻ Q is equal to HATS minus T infinity, we will get the maximum heat transfer. ഓക്കെ, അപ്പം ഇതാണ് വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് വൺ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഫിലിം ടെമ്പറേച്ചർ, ദെൻ റെനോൾഡ്സ് നമ്പർ, ദെൻ നസൽട്ട് നമ്പർ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, എച്ച് ബാർ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് Q. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A vertical plate 1 meter wide, ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള പ്ലേറ്റ് ആണ്, ശ്രദ്ധിക്കുക, 1 meter wide and 20 centimeter high is at a temperature of 100 degrees Celsius and rest in still air at 1 bar and 20 degrees Celsius. Okay, determine the boundary layer thickness at 10 centimeter from leading edge, the local heat transfer coefficient at 10 centimeter from leading edge and average heat transfer coefficient of the entire length. Okay, അപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ക്ലാസ്സിൽ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബൗണ്ടറി ലെയർ തിക്നെസ് എവിടത്തെയാണ്? ലീഡിങ് എഡ്ജിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ബൗണ്ടറി ലെയർ തിക്നെസ്. അതേപോലെ തന്നെ ആ 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, ദെൻ ടോട്ടൽ ലെങ്തിനുള്ള ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. സോ ഇതിനും നമുക്ക് ആദ്യം ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചിട്ട് അതൊരു വെർട്ടിക്കൽ പ്ലേറ്റ് ആണ്. അപ്പം ഇത് ലീഡിങ് എഡ്ജ്, ഇത് ട്രെയിലിംഗ് എഡ്ജ് ആണ്. അപ്പം ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് അല്ലെങ്കിൽ സെൻറ്ററിലുള്ള ബൗണ്ടറി ലെയറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ആ ബോഡിയുടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, ആ എയറിൻ്റെ 20 ഡിഗ്രി സെൽഷ്യസ്. ഫൈൻഡ് ഔട്ട് ദി ആവറേജ് temperature and find the properties at average temperature. Then Reynolds number കണ്ടുപിടിക്കുക. Reynolds number laminar ആണോ turbulent ആണോ നോക്കുക. Then total Reynolds number കണ്ടുപിടിക്കുക. at x equal to 10 centimeter ഉള്ള Reynolds number കണ്ടുപിടിക്കുക. ഇനി boundary layer equation del is equal to 5 into root of REX into x. അപ്പം അതിൽ നിന്നും ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടുപിടിക്കുക. REX ആണ് എടുക്കേണ്ടത്, ഈ വാല്യൂ ആണ് റെനോൾഡ്സ് നമ്പർ എടുക്കേണ്ടത്. Then boundary layer thickness, then average heat transfer coefficient, that is 0.332 K by X, REX 1/2 PR raised to 1/3. Total ആകുമ്പം H bar is equal to 0.664 K by L, REL raised to 1/2 PR raised to 1/3. ഇത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get the answers. We are going to the next problem. Air at 20 degrees Celsius at atmospheric pressure flows over a plate at velocity 3 meter per second. If the plate is 1 meter wide and 80 degrees Celsius, calculate the following at x equal to 300 mm. Then also we have to calculate boundary layer thickness, thermal boundary layer thickness, local friction coefficient, average reflection coefficient, heat transfer coefficient. Similar as the remaining problem, ഇതെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. റിമൈനിങ് പ്രോബ്ലംസ് ആവറേജ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക, ഫൈൻഡ് ഔട്ട് ദ റെനോൾഡ്സ് നമ്പർ, ദെൻ റെനോൾഡ്സ് നമ്പർ ആയിട്ട് എല്ലും കണ്ടുപിടിക്കുക, എക്സും കണ്ടുപിടിക്കുക. ദെൻ ഫസ്റ്റ് വൺ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ആണ്, ഡെൽ ഈസ് ഈക്വൽ ടു 5/√ REX into x. ദെൻ നെക്സ്റ്റ് വൺ തെർമൽ ബൗണ്ടറി ലെയർ ആണ്. അപ്പോൾ തെർമലിനും വെലോസിറ്റിക്ക് തമ്മിലുള്ള റിലേഷൻ, തെർമൽ ബൗണ്ടറി ലെയർ ഈസ് ഈക്വൽ ടു ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ഡിവൈഡ് ബൈ പ്രാൻഡൽസ് നമ്പർ raised to 1/3. ദെൻ CFX, that is local friction coefficient, is equal to 0.664 divided by REX. Total is 1.328 divided by root of REL. Then Q convection കണ്ടുപിടിക്കണമെങ്കിൽ HAS TS minus T infinity വേണം. So H കണ്ടുപിടിക്കുക 0.664 K by L, RE raised to 1/2, Prandtl number raised to 1/3. Similar problems you work out in the class. Then also series exam question ഇട്ടിട്ടുണ്ട്.